We are in our next topic is administrative reforms. അതായത് നമ്മളുടെ അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ഭരണ നവീകരണമാണ്. നമ്മളുടെ അടുത്ത പാഠഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അഥവാ ഭരണ നവീകരണം. Administrative reforms a number of steps are taken by the government increasing efficiency of the services and to provide service to people in a time bound manner. They are known as administrative reforms. The intention is to make administrative peoples friendly and efficient. For this government constitutions administrative reforms commissions at national and state levels. Let's familiarize with some step taken for administrative reforms in our country. Discuss and prepare a note on the changes to be made in the administrative system. E-governance. അതായത് ഇന്ത്യയില് നിർവഹണത്തിൻ്റെ കാര്യക്ഷമത, ആ ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ടും അതേപോലെ തന്നെ സേവനങ്ങൾ അത് ഒരു തടസ്സവുമില്ലാതെ കാലവിളംബം കൂടാതെ തന്നെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ടും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാലവിളംബം കൂടാതെ തന്നെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് ഗവൺമെൻറ് പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഇത്തരത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികളെ ഭരണ നവീകരണം എന്ന് അറിയപ്പെടുന്നു, അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുക, അതേപോലെ തന്നെ ഭരണം ജനക്ഷേമമാക്കുക, ജനങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് എത്തിച്ചേരുക എന്നിവയൊക്കെയാണ് ലക്ഷ്യം.
ഇതിനായിട്ട് ദേശീയ തലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലങ്ങളിലും ഭരണപരിഷ്കരണ കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭരണ നവീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ചില ഭരണ പരിഷ്കരണങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കിനി ഒന്ന് പരിചയപ്പെടാം. Our next topic is e-governance. We are discussing in our next topic is e-governance. E-governance ആണ് നമ്മളുടെ അടുത്ത ടോപ്പിക്ക്. Transparent and vibrant government project, safe and speedy information that reaches to all without red tapeism project that is available to all the citizens without any discrimination. Abdul Kalam, the observation, APJ Abdul Kalam, the observation, former president of India, about e-governance is given above development attained in the field of science and the technology should be utilized in the administrative sector. Also, e-governance. E-governance is the use electronic technology in administration. This help to obtain government service easily in a speedy manner. The single window system for admission to higher secondary courses, online application for various scholarship, etc. are examples for e-governance. Let's examine the benefits of e-governance. Can received service with the help of information technology need not to wait in government offices for services. Government service offered speedily and with less
expense, efficiency of officers, and quality of services get enhanced. Akshaya Center, for the benefit of people, Akshaya Center had been constituted to make use of government service delivered to e-governance. It also aims at making people illiterate. Illiteracy, awareness about basic information about the internet technology. അതായത് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇ ഗവേണൻസ് ആണ്. ഇ ഗവേണൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിൽ പലരും ആ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവും. സുതാര്യവും അതേപോലെ തന്നെ വളരെ ചുറുചുറുക്കുമുള്ള ഒരു ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. സുതാര്യവും വളരെ കാര്യക്ഷമവുമായ ഒരു പദ്ധതിയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ ഗവേണൻസ് ഒരു സത്യം പറഞ്ഞ ഒരു പ്രോജക്റ്റാണ്, അതൊരു പദ്ധതിയാണ്. എല്ലാവരിലും വളരെ വേഗത്തിലും കാര്യക്ഷമമായിട്ടും ഡിപ്പാർട്ട്മെന്റ് തലത്തിലെത്തുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ എത്രയും പെട്ടെന്ന് തന്നെ ആ സേവനങ്ങൾ കാര്യക്ഷമമായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഗവൺമെൻറ് ഓഫീസിൽ ഒരു ഫയൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ടൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. വില്ലേജ് ഓഫീസറൊക്കെ വരണമായിരുന്നു, വന്ന് ഒക്കെ വേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അക്ഷയയിൽ അതൊന്ന് അപ്ലൈ ചെയ്യുന്ന, വില്ലേജ് ഓഫീസിൽ പോലും നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ട് നിങ്ങൾക്ക് ആ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. അത് തിരിച്ച് വന്നു വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് എന്ത് ചെയ്യും, തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അക്ഷയ സെൻറ്ററിലേക്ക് വരും. അവിടുന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. പണ്ട് അങ്ങനെയല്ലായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റിന് വില്ലേജ് ഓഫീസിൽ പോകണം, ആപ്ലിക്കേഷൻ കൊടുക്കണം, വില്ലേജ് ഓഫീസറിലെ പിറ്റേ ദിവസവും പോകണം. അങ്ങനെ ഒരുപാട് കാലതാമസം ഉണ്ടായിരിക്കുന്ന സന്ദർഭമുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും സ്കോളർഷിപ്പ്. ആ സ്കോളർഷിപ്പ് ഒക്കെ തന്നെ ഇന്ന് എല്ലാ സേവനങ്ങളും നമുക്ക് ഓൺലൈനിൽ കൂടെയാണ് ലഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഒരു പൗരനോടും ഒരു പക്ഷാഭേദവും ഇല്ലാതെ തന്നെ വ്യക്തമായിട്ടുള്ള സേവനം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഗവേണൻസ് പ്രവർത്തിക്കുന്നത്. ഇത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റും യശസ്വരീനുമായ, നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിത്രവും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇദ്ദേഹത്തിൻ്റെ ചിത്രവും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിരീക്ഷണം, മുകളിൽ നൽകിയിട്ടുള്ള ഈ നിരീക്ഷണം എന്ന് പറയുന്നത്
ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും സർവോപരി മിസൈൽ മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അതായത് സുതാര്യമായും അതേപോലെ തന്നെ പക്ഷപാതരഹിതമായിട്ടും വേഗത്തിൽ എങ്ങനെ ഭരണരംഗത്ത് പരിഷ്കരണം നടത്താം. സുതാര്യമായിരിക്കണം, അതേപോലെ തന്നെ പക്ഷാഭേദം ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. അത്തരത്തിൽ പക്ഷാഭേദമുണ്ടാകാതെ എങ്ങനെ ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഭരണരംഗത്ത് ഒരു നവീകരണം നടപ്പിലാക്കാം എന്ന അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ഈ ഗവേണൻസ് എന്ന പദ്ധതിയിലേക്ക് നമ്മളെ ഇന്ത്യയെ നയിച്ചത്. അതിന് അടിസ്ഥാനമായത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതിയാണ്. നമ്മൾ ശാസ്ത്രരംഗത്തും അതേപോലെ തന്നെ സാങ്കേതിക രംഗത്തും നമ്മൾ കൈവരിച്ച പുരോഗതിയാണ് ഈ ഗവേണൻസ് എന്ന പദ്ധതി നടപ്പിലാക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. സാങ്കേതിക രംഗത്തും അതേപോലെ തന്നെ ശാസ്ത്രരംഗത്തും പുരോഗതി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണരംഗത്തെ കൂടി അത് കൊണ്ടുവരണം എന്ന ഒരു ഉദ്ദേശമാണ് ഈ ഗവേണൻസ് എന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചത്. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ, അതായത് ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്ത് അതിനെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇവിടെ ഈ ഗവേണൻസ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഗവേണൻസ് എന്ന പദ്ധതിയിലൂടെ ഗവൺമെന്റിന്റെ സേവനങ്ങൾ വേഗത്തിലും അതേപോലെ തന്നെ എളുപ്പത്തിലും നമുക്ക് ലഭിക്കാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ വേഗത്തിലും ലഭിക്കാനായിട്ട് തുടങ്ങി. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും പദ്ധതികൾ ലഭിക്കും. മനസ്സിലായോ? അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി അലോട്ട്മെന്റ് ഏകജാലകം, സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ ഏകജാലകത്തിന് ഈ ഗവേണൻസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള ഓൺലൈൻ അപേക്ഷ, ഇതിനൊക്കെ ഈ ഗവേണൻസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഈ ഗവേണൻസ് എന്ന പദ്ധതിയുടെ എക്സാമ്പിളുകളാണ്. അപ്പോൾ ഇനിയും നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ഗവേണൻസ് കൊണ്ടുള്ള പൊതുജനങ്ങൾക്കുള്ള നേട്ടങ്ങളാണ്. ഈ ഗവേണൻസ് കൊണ്ടുള്ള പൊതുജനങ്ങളുടെ നേട്ടമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, വില്ലേജ് ഓഫീസിൽ നമ്മൾ പോയി ആപ്ലിക്കേഷൻ കൊടുക്കണമായിരുന്നു. വില്ലേജ് ഓഫീസർ വരുന്നത് വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇന്ന് നമുക്ക് സർക്കാർ ഓഫീസിൽ പോയി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വിവര സാങ്കേതിക വിദ്യ അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ സർക്കാർ ഓഫീസിൻ്റെ സേവനം നേടാം. ആ ആപ്ലിക്കേഷൻ അക്ഷയ സെൻറ്ററിൽ കൊടുത്താൽ മതി. വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകി കഴിയുമ്പോൾ അതിൻ്റെ മറുപടി നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വരും.
സർക്കാർ സേവനങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിലും വേഗത്തിലും ലഭിക്കുന്നു. അതേപോലെ തന്നെ ഓഫീസിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ സേവനത്തിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുന്നു. ഇവയൊക്കെ ഇ ഗവേണൻസിൻ്റെ നല്ല നേട്ടങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. ഇ ഗവേണൻസ് പദ്ധതിയിലൂടെ തങ്ങളുടെ ഇ ഗവേണൻസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് സർക്കാർ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഈ സാക്ഷരത എന്നതാണ് അക്ഷയ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജനങ്ങളെ ഈ സാക്ഷരതരാക്കുക. ഈ സാക്ഷരത എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് സാങ്കേതിക വിദ്യയുടെ പ്രാഥമികമായിട്ടുള്ള അറിവാണ് ഈ സാക്ഷരത അഥവാ ഇ ലിറ്ററസി എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ. അപ്പോൾ ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ തന്നെ ഈ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ കേരളത്തിൽ ഈ സാക്ഷരത എല്ലാ ജനങ്ങൾക്കും പ്രാപ്യമാക്കുന്നതിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെ സർവീസ് നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനുവേണ്ടി അവിടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാ ജനങ്ങൾക്കും ഈ സാക്ഷരത ലഭിച്ചു കഴിയുമ്പോൾ ഈ ഗവേണൻസ് എന്ത് ചെയ്യും? നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തത് we are discussing our next topic is Right to Information Act. Reply to application to a right information from public information officer, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരമന, തിരുവനന്തപുരം. ടു ശ്രീ സുരേഷ് കുമാർ അനശ്വര. ഈ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഈ പാഠഭാഗം തുടങ്ങിയപ്പോൾ എന്താ പറയുക, ഈ പേര് ഒരു കുറിപ്പിലൂടെ നമ്മൾ കണ്ടതാണ് അല്ലേ? ലൈബ്രറിയുടെ സ്കൂളിലെ ലൈബ്രറി ഉണ്ടോ, ആ ലൈബ്രറിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വഴുതക്കാട്, തിരുവനന്തപുരം. Sir, the Right to Information Act 2005 Information Registered Ref: your application dated 25/8/2015. The information
demanded you through the application under right to information is furnished below. Answers are given below in order. Question അവിടെ കൊടുത്തിട്ടുണ്ട്. Answer 1 yes, 10 to 4 p.m. Answer 2 no special librarian. One teacher of this school is given charge. Answer 3 as per the stock register they are 6,216 books in the library. Answer 4 newspapers, weeklies, monthlies. If why is you any complaint about that reply, you can approach authority within 3 days. Address of the appeal authority. Name appeal authority DEO Thiruvananthapuram. Yours faithfully Thiruvananthapuram. Date 8/9/2015. Said Public Information Officer, the reply to the application you have seen at the beginning of the chapter is given above. You can collect information from any government office. It's working people. It's working people. This opportunity under the Right to Information Act 2005. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ അഥവാ വിവരാവകാശം, അറിയാനുള്ള അവകാശം. അപേക്ഷയ്ക്കുള്ള മറുപടിയാണ് അവിടെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ പുസ്തകം ആദ്യം തുടങ്ങിയപ്പോൾ ഒരു അനശ്വര സുരേഷ് കുമാറിൻ്റെ ഒരു കുറിപ്പ് വായിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഫസ്റ്റ് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
പ്രേക്ഷകൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരമന, തിരുവനന്തപുരം. സ്വീകർത്താവ് ശ്രീ സുരേഷ് കുമാർ, അനശ്വര, വഴുതക്കാട്, തിരുവനന്തപുരം. സർ, വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരങ്ങൾ നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ. സൂചന: 25/8/2015 ലഭിച്ച താങ്കളുടെ അപേക്ഷ, 25/8/2015 താങ്കളുടെ കയ്യിൽ നിന്നും ലഭിച്ച അപേക്ഷ. താങ്കൾ സമർപ്പിച്ച വിവരാവകാശ രേഖയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇതോടൊപ്പം ചേർക്കുന്നു. അപ്പോൾ ഇത് ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ക്രമാനുസൃതമായിട്ട് നൽകിയിട്ടുണ്ട്. അതാണ് ഇത്. ഉത്തരം 1 യെസ് അഥവാ ഉണ്ട്. 10 AM മുതൽ 4 PM വരെ. ഉത്തരം 2, പ്രത്യേകമായിട്ട് നിയമിക്കപ്പെട്ട ഒരു ലൈബ്രറിയൻ അവിടെ ഇല്ല. അവിടെ പ്രത്യേകം നിയമിക്കപ്പെട്ട ലൈബ്രറിയൻ ഇല്ല. സ്കൂളിലെ ഒരു അധ്യാപികയ്ക്കാണ് അവിടെ ചുമതല നൽകിയിട്ടുള്ളത്. 3ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം 6216 പുസ്തകങ്ങൾ സ്കൂളിൽ ഉണ്ട്. 4ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ദിനപത്രങ്ങളുണ്ട്, ആഴ്ചപ്പതിപ്പുകളുണ്ട്, മാസികകളുണ്ട്. 4ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ദിനപത്രങ്ങളുണ്ട്, ആഴ്ചപ്പതിപ്പുകളുണ്ട്, മാസികകളുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയിൽ എന്തെങ്കിലും താങ്കൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ഏതാണ്ട് 30 ദിവസത്തിനകം ഹർജി സമർപ്പിക്കാം. അപ്പീൽ അധികാരിക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അപ്പീൽ സമർപ്പിക്കുമ്പോൾ ആ അപ്പീൽ അധികാരിയുടെ വിലാസം വേണം. ആ അപ്പീൽ അധികാരിയുടെ വിലാസം, പേര് അപ്പീൽ അധികാരി DO തിരുവനന്തപുരം. കാരണം HM-ആണ് മറുപടി കൊടുത്തിട്ട് ആ മറുപടി തൃപ്തികരമല്ല അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനായ DOയ്ക്ക് അപ്പീൽ പോകാവുന്നതാണ്, കൃത്യമായിട്ടുള്ള വിവരം കിട്ടുന്നതിനായിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അപ്പീൽ അധികാരിക്ക് കൊടുക്കാവുന്നതാണ് അപ്പീൽ. എത്ര ദിവസത്തിനകമാണ്? 30 ദിവസത്തിനകം. വിശ്വസ്തയോടെ PRO, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തിരുവനന്തപുരം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തിരുവനന്തപുരം. തീയതി 2015 ജൂൺ മാസം 8-ാം തീയതിയാണ്. അതായത് 8/6/15. അപ്പോൾ ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്ന നമ്മൾ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ട ആ വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
അപ്പോൾ ഏതൊരു സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നും അവയുടെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനായിട്ട് ഈ വിവരാവകാശ നിയമം 2005 പ്രകാരം നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നമുക്ക് ഒരുക്കി തന്നത് 2005 വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. The efforts of Mahfood Kisan Shakti Sanketan of Rajasthan has led to the legislation, the Right to Information Act, the intervention of several organizations and social activities also helped the passing of Right to Information Act 2005. This ensured the rights of all the citizens of India to receive the information, how far the Right to Information Act make the general administration system efficient, evaluation the main object of this act are to prevent corruption, create responsibility, and make the functioning of government transparent. The citizens will get copies of public document if they applied for them. Information Commission. Public information files, document, circulars, memos, advice, orders, agreements, statistics, reports, blog, books, press notes, samples, models, information in the form of electronic data, email, etc. in government offices and information on
private institutions under the custody of public officers as considered as public information, the right to the information is the right to examine and demand copies of above information under the disposes of government institutions and institutions which government received funds, but information relating to the security and integrity of the nation matters under the consideration of code, and those which endanger life and liberty of individual should not be released to perform functions under the Right to Information Act. Information commissions are constituted at the national and state levels. There will be the Chief Information Commissioner and no more than 10 members in the information commissions. If the authority do not give or refuse to give the information or gave them unsatisfied factor is replied, one can approach the information commission and can file and appeal. If the commission is convinced, fines of rupees 250 per day can be imposed on the employee concerned till the information is given. അതായത് അപ്പോൾ ഈ രാജസ്ഥാനിലെ ആ കർഷക സംഘടന നടത്തിയ അവരുടെ പ്രവർത്തനമാണ് ഈ വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പറയാം. വിവിധമായിട്ടുള്ള സംഘടനകളുടെയും അതേപോലെ തന്നെ സാമൂഹ്യ രംഗത്തുണ്ടായ ഇടപെടലുകളുടെയും ഫലമായിട്ടാണ് 2005 വിവരാവകാശ നിയമം പാസ്സാക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക, വർഷം നിങ്ങൾ ഓർത്തിരിക്കുക. 2005 വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് 2005 അപ്പോൾ അങ്ങനെ 2005 വിവരാവകാശ നിയമം പാസ്സാക്കി. അപ്പോൾ ഈ വിവരാവകാശ നിയമം പാസ്സാക്കിയതിലൂടെ
രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ടുള്ള മികച്ച ഒരു നിയമമായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇൻ 2005 അഥവാ 2005 വിവരാവകാശ നിയമം. അവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അഴിമതി നിയന്ത്രിക്കുക, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാക്കുന്നതിന് ഈ നിയമം ലക്ഷ്യമിടുന്നുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായി നടപ്പിൽ വരുത്താൻ ഈ നിയമം വളരെ സഹായിച്ചിട്ടുണ്ട്. കാരണം എന്താ, എവിടെയെങ്കിലും ഒരു അഴിമതി തോന്നുകയാണ്, ആരെങ്കിലും ഒരു വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. കൂടാതെ പൊതു സ്ഥാപനങ്ങൾ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷൻ അഥവാ ഇൻഫർമേഷൻ കമ്മീഷൻ. എന്താണ് ഇൻഫർമേഷൻ കമ്മീഷൻ? ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ അത് പ്രയോഗിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ചുമതലകൾ നിർവഹിക്കാനും കേന്ദ്രതലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതില് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതേപോലെ തന്നെ ഏതാണ്ട് 10 കവിയാത്ത അംഗങ്ങളുണ്ട്. ഏതാണ്ട് 10 കവിയാത്ത അംഗങ്ങളും ഉൾപ്പെട്ടതാണ് വിവരാവകാശ കമ്മീഷൻ. അതിൻ്റെ അംഗങ്ങൾ 10 കുറയാത്ത അംഗങ്ങൾ കാണും, ഒരു കമ്മീഷണറും കാണും. അപ്പോൾ നമ്മളൊരു വിവരം ആവശ്യപ്പെടുകയും ആ വിവരങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ വിവരങ്ങൾ കൃത്യസമയത്ത് നമുക്ക് തരാതെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നിരസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ തെറ്റായ വിവരങ്ങളോ പൂർണ്ണതയില്ലാത്ത വിവരങ്ങളോ അതേപോലെ തന്നെ നമുക്ക് തൃപ്തികരമല്ലാത്ത വിവരങ്ങളോ മറുപടി നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അപ്പീൽ നൽകുകയും ആ അപ്പീൽ കമ്മീഷന് ബോധ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മേലെ 250 rupees
250 രൂപ ഡെയിലി ദിവസം ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി നോക്കാം. What are the situations in our society where the Right to Information Act can be positively used? And prepare a note. Right to service. A board exhibited in a government office is given from this. We can identify the services given from the government office. Right to service is a law which ensured services to the people. This law determines time limit for every service given by a government office. If the deserved service is not given within this time limit, the responsible of employee should pay a fine as per the right to service at an and officer in appointed every government's office to give guidance and proper help to the applicant due to the continued intervention of the civil society. The government have also taken some other steps to make a administration more efficient. Let's look at some of them. Discuss Right to Services Act help for the people to get the service should obtained from government offices. അടുത്തത് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങളുണ്ട്, സർക്കുലറുകളുണ്ട്, മെമ്മോകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്, കരാറുകളുണ്ട്, സ്ഥിതിവിവര കണക്കുകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്, ലോഗ് ബുക്കുകളുണ്ട്, പത്രപരസ്യങ്ങളുണ്ട്, കുറിപ്പുകളുണ്ട്, സാമ്പിളുകളുണ്ട്,
ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിട്ടുള്ള രേഖകളുണ്ട്. അത്തരത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിട്ടുള്ള വിവരങ്ങളുണ്ട്. ഇമെയിലുകളുണ്ട്. പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യത്തിൻ്റെ സുരക്ഷയും അതേപോലെ തന്നെ അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ കോടതിയുടെ പരിഗണനയിലുള്ളവ, അതേപോലെ തന്നെ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. സേവനാവകാശമാണ്. സേവനം നമുക്ക് ഇപ്പോൾ ഒരവകാശമായിട്ടാണ് തന്നിട്ടുള്ളത്. ആ സേവനാവകാശം എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഗുഡ് ബൈ.